ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ KSRTC കൺസെഷൻ കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എങ്ങനെയാണ് റിന്യൂ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ഓൺലൈനായിട്ട് കൺസെഷൻ കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് വേണമെന്നുള്ളവർക്ക് ചാനൽ ചെക്ക് ചെയ്താൽ മതി. കൺസെഷൻ കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആപ്പിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയൊന്നും കാണില്ല. അപ്പോൾ അത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ KSRTCയുടെ വെബ്സൈറ്റിലാണ് കയറേണ്ടത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി KSRTC കൺസെഷൻ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിൽ ഹോം പേജ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ആദ്യം കൺസെഷൻ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് പോകുമ്പോൾ റിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺസെഷൻ കാർഡ് പുതുക്കുന്നതിനായിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെയായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർഡിൻ്റെ ഇൻഫോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് പുതിയ പ്ലേസസ് ആണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ബോക്സിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. 2 കൺസെഷൻ കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്താൽ അടുത്ത കാർഡ് എവിടം തൊട്ട് എവിടം വരെയാണ് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത കോളത്തിൽ നിങ്ങളുടെ കൺസെഷൻ കാർഡിൻ്റെ PDF ഇമേജോ ആയിട്ടുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. കൺസെഷൻ കാർഡ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ S എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെഷൻ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അതും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ എത്ര മാസത്തേക്കാണ് നിങ്ങൾക്ക് കൺസെഷൻ വേണ്ടതെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ 1 മന്താണോ 3 മന്താണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫിക്കേഷൻ അക്സെപ്റ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. KSRTC സ്റ്റാറ്റസ് ആയിരിക്കും പെൻഡിങ്. KSRTC വെരിഫിക്കേഷൻ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സക്സസ് ആവുന്നതാണ്. KSRTC അപ്രൂവൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടാവും. അതിൽ പേ ഫോർ കൺസെഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള QR കോഡ് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. 3 മിനിറ്റ് ടൈമാണ് തന്നിട്ടുള്ളത്. പേയ്മെൻറ്റും കൂടി സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഡിപ്പോയിൽ പോയി വാങ്ങേണ്ടതെന്നുള്ള ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഡിപ്പോയിൽ ചെന്നാൽ നിങ്ങളുടെ കാർഡ് കിട്ടുന്നതായിരിക്കും. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്